നാട്ടിലുള്ള ഒരു ടൈപ്പ് ഓഫ് മണ്ണ് തന്നെയാണ്. പക്ഷേ മേ ബി ഒരു മലബാർ ഏരിയയിലേക്ക് പോയാലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ ഒരുപാട് പൂഴി അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ. അപ്പൊ അവിടെയും ഈ മണ്ണ് ടെസ്റ്റിങ്ങിന്റെ ആവശ്യം നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യണം. ഈ ചരടുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് സെൻട്രൽ ലൈൻ എന്ന് പറയും. സെൻട്രൽ ലൈൻ നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഭിത്തിയുടെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണിത്. പവൻ എന്തോ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആർക്കിടെക്ട് സാറിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനേ ഒരു കാര്യം പറയട്ടെ ആദ്യം തന്നെ. ഈ സാധനം ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, നിങ്ങളിത് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇത്. ആക്ച്വലി ലാമിനേറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വരുമ്പോൾ വെള്ളമൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ, അതുകൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത് അല്ലേ? ഓ വെരി ഗുഡ്. അത് ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോയിങ് എന്ന് പറയുന്നതാണ് ഇതിന്റെ എല്ലാം. നമ്മൾ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും സംസാരിക്കുന്ന ലാംഗ്വേജ് ഈ ഡ്രോയിങ്സ് ആണ്. ഇതിന് അതിൻ്റെതായ ഒരു വാല്യൂ, ഒരു സാങ്ക്ടിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഡ്രോയിങ് മെയിൽ വരുന്ന സാധനം പ്രിന്റ് എടുത്തിട്ട് ഇത് ലാമിനേറ്റ് ചെയ്യാത്ത പക്ഷം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈറ്റ് എഞ്ചിനീയറിന്റെ പോക്കറ്റിലോ ആള് മടക്കി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ആള് ഭക്ഷണം കഴിക്കുമ്പോഴോ മഴ പെയ്താലോ ഒക്കെ ഈ ഡാമേജ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇതൊരു പെർമനന്റ് റെക്കോർഡാണ്. നമ്മളിതിപ്പോൾ സൈറ്റിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു സൂപ്പർവിഷന് വേണ്ടിയിട്ട് ആർക്കിടെക്ട് സൈറ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലയന്റ് സൈറ്റിൽ വരുമ്പോഴോ ഈ സാധനം എടുത്ത് നോക്കുമ്പോൾ ഇതിന് ഒരു രീതിയിലുള്ള കോട്ടവും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ലാമിനേറ്റ് ചെയ്ത് കൈവയ്ക്കുന്നത്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. പിന്നെ ഈ ലാമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി എക്സ്ട്രാ സ്റ്റെപ്പ് പോകുന്നേ ഉള്ളൂ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് ചോദിച്ചു, മണ്ണ് ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു പർപ്പസ് ചോദിച്ചല്ലോ അല്ലെ. ഓൾറെഡി ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് അല്ലെ. ഈ മണ്ണ് ടെസ്റ്റ് ചെയ്യണത് ആക്ച്വലി ഏതൊരു സമയത്താണ്? ആക്ച്വലി എന്താണ് അതിന്റെ ഒരു പ്രയോജനം? എന്താ ആക്ച്വലി ഇത് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സോയിൽ എന്ന് പറയുന്നതിന്റെ ബേസിസിലാണ് ഫൗണ്ടേഷൻ വരണേ. ഓക്കെ, അതായത് ഫൗണ്ടേഷനിൽ പൈലിംഗ് വേണോ, വെറും കല്ലിട്ട് കെട്ടിയാൽ മതിയോ, അതോ ഫുട്ടിങ്സ് വേണോ, ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ. ഇതിലേത് ഫൗണ്ടേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അതായത് ആർക്കിടെക്റ്റിന്റെ മേൽനോട്ടത്തിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിന് സോയിലിന്റെ ഘടന നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ. കല്ലുണ്ടോ, ഈ ഭൂമിയിലെ മണ്ണിന്റെ ഘടന. ഭൂമിയുടെ മണ്ണ്. അപ്പൊ ഇതില് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ചുറ്റുവട്ടത്ത് നോക്കിയാൽ അറിയാം, ചുറ്റും വീടുകളാണ്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റോ ഒരു സോയിലിനെ കുറിച്ച് വിവരമുള്ള ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറോ വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ ആദ്യം നോക്കുമ്പോൾ തൊട്ടടുത്ത് ഇത്രയും വീടുകളുണ്ട്, ഇതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ എന്ത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ ആൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് തന്നെ കണ്ടാ അറിയാം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവര് ഈ ബോർഹോൾ ടെസ്റ്റ് എന്ന് പറയും. അതായത് ഒരു സാധനം എടുത്ത് ഒത്തിരി അടി പോയി സോയിലെല്ലാം സാമ്പിൾ എടുത്ത് ലാബിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു കുഴി മാത്രം എടുത്തിട്ട് ഒരു വിഷ്വൽ ഒബ്സർവേഷനിൽ എങ്ങനെയുണ്ട് ഇതിന്റെ സിറ്റുവേഷൻ നോക്കിയാൽ മനസ്സിലാവും. അതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നോക്കിയാൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഇതിനാകെ ഒരു കുഴി എടുക്കുന്നതിന്റെ ചെലവേ ഉള്ളൂ. തൊട്ടടുത്ത് ഇത്രയും വീടുകളുള്ളപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപധാരണ ഉണ്ട് മണ്ണ് എങ്ങനെയാന്ന്. അതൊന്ന് ഡബിളി കൺഫേം ചെയ്യാം. അത്ര ഉദ്ദേശമുള്ളൂ കുഴി എടുത്തിരിക്കുന്നു. പവനെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ എന്റെയൊക്കെ നാട്ടിലുള്ള ഒരു ടൈപ്പ് ഓഫ് മണ്ണ് തന്നെയാണ്. പക്ഷേ മേ ബി ഒരു മലബാർ ഏരിയയിലേക്ക് പോയാലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ ഒരുപാട് പൂഴി അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ. അപ്പൊ അവിടെയും ഈ മണ്ണ് ടെസ്റ്റിങ്ങിന്റെ ആവശ്യം നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഈ എറണാകുളത്ത് തന്നെയാണെങ്കിൽ പോലും ഓരോ സ്ഥലത്തും ഓരോ ഘടനയാണ് ഈ മണ്ണിന്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ചുറ്റുവട്ടത്തുള്ള ഘടനയൊക്കെ ഒരുമാതിരി സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പൊ ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ മെത്തേഡിൽ വലിയ പാളിച്ച ഉണ്ടെങ്കിൽ ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ വീടിൽ നമുക്ക് ഓൾറെഡി തിരിച്ചറിയാൻ സാധിക്കും. ക്രാക്കുകൾ വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ചുറ്റും നോക്കൂ, ആദ്യം വന്നിട്ട് ഇവിടെ ക്രാക്ക് വന്നിട്ടുണ്ടോ, വിൻഡോയുടെ അവിടെ ക്രാക്ക് ഉണ്ടോ, ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ പെയിന്റിങ് കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായെന്ന് നിർണ്ണയിക്കാനൊക്കെ സാധിക്കും. നമ്മളൊരു ഓവർ എ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് അത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതില് ഫൗണ്ടേഷനിൽ എന്തെങ്കിലും കാര്യമായ തകരാറ് അവിടെ ഓൾറെഡി ഉള്ള ബിൽഡിങ്ങിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു ടോട്ടൽ സൈറ്റ് കോളാണ്. വന്നു കഴിഞ്ഞിട്ട് ഒരു ആർക്കിടെക്റ്റോ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് തീരുമാനിക്കുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്യണോ അതോ എർത്ത് പിറ്റ് എടുത്താൽ മതിയോ എന്നുള്ളത്. പിറ്റ് എടുത്തതിന് ശേഷം അതിനൊരു ക്ലിയർ ആയിട്ടൊരു കൺക്ലൂഷനിലേക്ക് ഫൗണ്ടേഷന് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയും സോയിൽ ടെസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ളത്. പിന്നെ എല്ലായിടത്തും സോയിൽ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയന്റ് നിർബന്ധമായിട്ടും ആ സോയിൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കൈ വെക്കുന്നതും ഉചിതമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച പവൻ, ഈ ചരടുകൾക്കിടയിലൊക്കെ തന്നെ ഉണ്ടല്ലോ
വൈറ്റ് ആയിട്ട് കുറച്ച് കോളംസ് ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിരിക്കുമല്ലോ നിങ്ങൾ ചെയ്തേക്കുന്നത്. അതെ, അതായത് ഇപ്പൊ അത് ഇതിന്റെ സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരടുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് സെൻട്രൽ ലൈൻ എന്ന് പറയും. സെൻട്രൽ ലൈൻ, നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഭിത്തിയുടെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണിത്. ഇതിലാണ് ഭിത്തി വരുന്നത്. യെസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു സെൻട്രൽ പോയിന്റ് എടുത്തിട്ട് ഈ ചരട് ശ്രദ്ധിച്ചാൽ അറിയാം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതായത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും പോയിട്ടുണ്ട്. അതിന്റെ സെൻട്രൽ പോയിന്റ് ആയിരിക്കും ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ കാണുന്നത്. യെസ്. ഇവിടെ നിന്ന് ഡ്രോയിങ് പ്രകാരം ഫുട്ടിങ്ങിന് എന്ത് ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. അപ്പൊ ഡ്രോയിങ്ങിൽ ഓൾറെഡി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഡ്രോയിങ്ങിൽ തന്നെ ചിലപ്പോൾ കാണും ഈ ഫുട്ടിങ്ങിന്റെ സൈസ് എത്രയാണ്. ഈ സൈസിന്റെ ബേസിസിലായിരിക്കും ഈ കുമ്മായം നമ്മളിട്ട് ഇത് മാർക്ക് ചെയ്യുക. നാളെ നമ്മൾ JCBയോ മാനുവലായിട്ടോ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ഈ കുമ്മായത്തിന്റെ ലൈനിലായിരിക്കും നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് വേണ്ട ഡെപ്തിലോട്ട് പോകുക. അപ്പൊ ഈ ഒരു സൈറ്റിൽ 5 അടി ഡെപ്ത് വരെ പോകണം എന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ നിർദ്ദേശം. നിർദ്ദേശിക്കുന്നത് 5 അടി വരെ പോകണമെന്നുള്ളത് ഞങ്ങളല്ല, സ്ട്രക്ചറൽ എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് നമുക്ക് ബന്ധമില്ല, പക്ഷെ ആർക്കിടെക്ട് സാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് 5 അടിയിലേക്ക് താഴെ പോയിട്ട് വേണം ഇതിന്റെ ഫുട്ടിങ്സ് ചെയ്യാനുള്ളത്. അപ്പൊ ആ 5 അടി എവിടെ എക്സ്കവേറ്റ് ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു വൈറ്റ് ലൈൻ സൈറ്റിൽ വന്ന് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നതിന്റെ ബേസിസിലാണ്. ഇതെല്ലാം ആർക്കിടെക്ട് പ്രകാരമല്ലേ? ആർക്കിടെക്ട് പറഞ്ഞല്ലോ നിങ്ങൾ 100%. അതായത് ആർക്കിടെക്റ്റ് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ വേണം എന്നുള്ളത്. കോൺക്രീറ്റ് ഫുട്ടിംഗ് വേണോ അതോ പൈലിംഗ് വേണോ? മണ്ണിന് നല്ല ഉറപ്പുണ്ട്, അധികം ഭാരം 2 നില മേളിലോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ കല്ലിട്ട് കെട്ടിയാൽ മതി. 1.5 വീതിയിലോ 1.5 അടി വീതിയിലോ 2 അടി വീതിയിലോ കല്ലിട്ട് കെട്ടിയാൽ മതി. അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസും ഉണ്ട്. സപ്പോസ് കല്ലിട്ട് കിട്ടാന്ന് പറയുമ്പോൾ ഇത് ഞാനിത് കാണിക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇതാണ് ഇതിന്റെ ഈ ഫൗണ്ടേഷൻ ഡ്രോയിങ് കണ്ടോ? ഈ കാണുന്ന പിങ്ക് സ്ക്വയർ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഫൗണ്ടേഷന്റെ സൈസ്. ഈ ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ വൈറ്റിൽ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാനും പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പവൻ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ മേ ബി കരിങ്കല്ലായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നേ? അല്ല, ഇവിടെ കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റ് ആണ്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ വീഡിയോ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ചോദിക്കും, ചില ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് വെട്ടുകല്ല് വെച്ചിട്ട് ഇത് കെട്ടുമായിരുന്നു, ബേസ് കെട്ടും. കുറച്ച് കഴിഞ്ഞപ്പോൾ കരിങ്കല്ലായി. അതെ, ഇപ്പോഴെന്നല്ല, ഇത് രണ്ടും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തെ മണ്ണിന്റെ ഘടനയും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണ് എന്നുള്ളതിന്റെയൊക്കെ ബേസിസിലാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നിർദ്ദേശിക്കുക എന്ത് ഫൗണ്ടേഷൻ വേണത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ, സ്ട്രക്ചറിൽ ഫൗണ്ടേഷൻ സേഫ് ആയിരിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിന് വരുന്ന ക്രാക്കുകളുടെ ഏറ്റവും മൂല കാരണം ഫൗണ്ടേഷനിൽ സ്ട്രെങ്ത് ഇല്ലാത്തതായിരിക്കാം, ഒരു സൈഡ് മാത്രം താന്നു പോകുന്നതായിരിക്കാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണം ഇത് സംഭവിക്കാം. അപ്പൊ ഇത് വരാതിരിക്കലാണ് ഫൗണ്ടേഷനിൽ നമ്മൾ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, അത് വെട്ടുകല്ലായിക്കോട്ടെ, കരിങ്കല്ലായിക്കോട്ടെ, കോൺക്രീറ്റ് ആയിക്കോട്ടെ, ഇനി അവിടെ കിടക്കുന്ന മണ്ണായിക്കോട്ടെ, നമുക്കതല്ല. അതൊരാൾ പഠിച്ചിട്ട് ഇത് മതി എന്ന് പറഞ്ഞാൽ അത് മതി. പക്ഷെ ആ പ്രോപ്പർ ആയിട്ടുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. അത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ബേസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. യെസ്, നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് ബേസ്മെന്റ് എന്നല്ല, ഫൗണ്ടേഷൻ എന്നാണ്. ഫൗണ്ടേഷൻ. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ താഴെ പാർക്ക് ചെയ്യുന്നില്ലേ, അതാണ് ബേസ്മെന്റ്. ഓക്കെ. അല്ല, ഞാനേ ഇതിനൊരു എക്സ്ക്യൂസ് ആദ്യമേ നിങ്ങളോട് ഞാൻ പറഞ്ഞു, അവൻ എന്നെ സംബന്ധിച്ച് ഇത് നമ്മൾ വ്ളോഗറാണല്ലോ, നിങ്ങളെ പോലത്തെ ആളല്ലോ, നിങ്ങളെത്രയും ബുദ്ധിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അപ്പോൾ ഞാൻ ഇതിൽ പല മിസ്റ്റേക്കുകളും എൻ്റെ ഭാഗത്തുനിന്ന് വരുത്തോട്ടോ, പവൻ അത് എനിക്ക് തിരുത്തി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോസഫ് സാറാണ് നമ്മുടെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ജോസഫ് സാർ ഇന്ന് വന്നതിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഫുട്ടിങ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു, അത് അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്താണോ ബിൽഡിംഗ് വന്നിരിക്കുന്നതെന്ന് ഈ ഡ്രോയിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെക്ക് ചെയ്യുവാണ്. അപ്പൊ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യലാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം. നമുക്കിത് കണ്ണും മുട്ടി നടക്കാം, നിങ്ങൾ അങ്ങനെയല്ലോ. അപ്പൊ അദ്ദേഹം ഇന്ന് വന്ന് ചെക്ക് ചെയ്തു, ഈ വാളിൽ നിന്ന് ടേപ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി സാങ്കേതിക വിദ്യ കൂടുതലുള്ളിടത്ത് അത് വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഈ ടേപ്പ് പിടിച്ച് ചെക്ക് ചെയ്താൽ മതി. ഇത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതിന്റെ പുറത്ത് നമുക്കിപ്പോൾ തീരുമാനമായി, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണ്. യെസ്, അതിന്റെ ബേസിസിൽ നാളെ നമുക്ക് വേണമെങ്കിൽ എക്സ്കവേഷൻ ചെയ്യാം.
ഇന്ന് ഇന്ന് രസമുള്ളൊരു ഡെവലപ്മെന്റും കൂടെ ഉണ്ടായി. ഇപ്പോൾ അതും കൂടെ പറയാം. ഈ കാണുന്ന മരമില്ല, ഇപ്പം നമ്മളിവിടെ സൈറ്റിൽ വന്ന് മാർക്ക് ചെയ്യുന്നത് വരെയും നമ്മൾ ഈ മരം നിർത്താമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഈ ലൈൻ പോകുന്ന കണ്ടില്ലേ, ഇത് ബിൽഡിംഗ് ലൈനോട് വളരെ ചേർന്നാണ്. അപ്പം ഇതിന്റെ ഈ കാണുന്ന ബ്രാഞ്ച് ഇതൊക്കെ നമുക്ക് വെട്ടിയേ പറ്റൂ. ഓക്കെ, ഇത് വെട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഈ ഒരു മരമാണ്. ഓക്കെ, ഇത് മാത്രമായിട്ടും അതിന്റെ ആ ഒരു സൈഡിലേക്ക് മാത്രം ബ്രാഞ്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തി. മാത്രമല്ല ഇതിന്റെ റൂട്ട് താഴേക്ക് വരുന്നത് വഴി നമ്മുടെ സ്ട്രക്ചറിന് നാളെ ഒരു പ്രശ്നം വന്നാലോ എന്ന് നമ്മൾ വിചാരിച്ച് ഈ മരം മുറിച്ച് മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തി. ഇത് മാർക്ക് ചെയ്തതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞ ഒരു റെസ്പോൺസിബിൾ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം നമ്മൾ ജോസഫ് സാറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ സൈറ്റിലുള്ള ഒരു മരവും ഡിസ്ട്രോയ് ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം ഇനി ഇതല്ലെങ്കിൽ പ്ലാൻ മാറ്റണം. പക്ഷെ പ്ലാൻ മാറ്റുന്നത് വഴി നമ്മുടെ ക്ലയന്റിന്റെ ഏതോ ഒരു ഒബ്ജക്റ്റീവിൽ ഒരു സാക്രിഫൈസ് സംഭവിക്കുവാണ്. അതിനേക്കാളും ഭേദം ഓൾമോസ്റ്റ് ഇത് ഉണങ്ങിയും തുടങ്ങി. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് അതങ്ങ് മുറിച്ച് മാറ്റാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി. ഇതിന്റെ ഒരു ബേസിക് പ്രോട്ടോകോളേ പവൻ, ഇപ്പൊ നിങ്ങൾ ഈ ലൈൻ വരച്ചു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ ജോസഫ് സാർ വന്ന് നോക്കിയിരിക്കണം. യെസ്, നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. ചിലപ്പോൾ ആ ക്ലയന്റിന് ഈ ലൈൻ കാണുമ്പോൾ മനസ്സിലാവില്ല ലൈനാണ്. അപ്പൊ ഇപ്പൊ അതിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായില്ല. ഇത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതിന് പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്ന് ഇത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഇനിയുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഇത് തറ ലെവലിൽ നിന്ന് മേളിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ലെയർ ഭിത്തി കെട്ടിക്കഴിയുമ്പോൾ ഒരു ക്ലയന്റിന് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പറയണത് ഇതാണ് ഹാള്, ഇതാണ് ബെഡ്റൂം, ഇതാണ് ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് മനസ്സിലാവും. അപ്പൊ ഇനി നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോ, എവിടെ ചരട് കിട്ടിയാലും ഈ സെൻട്രൽ കൂടെ പോകുന്നത് ഭിത്തിയായിരിക്കും. ഈ സ്റ്റേജ് ഈ കേസിൽ അതെ ഈ കേസിൽ സെൻട്രൽ ലൈൻ മാർക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം ചെയ്ത സെൻട്രൽ ലൈൻ മാർക്കിംഗ് അല്ലേ? അപ്പൊ ഞാൻ പിന്നെയും എക്സ്ക്യൂസ് എടുക്കുന്നു, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മണ്ടത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്തിരിക്കും. നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കറക്റ്റ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു ഭിത്തിയാണ്. യെസ് അല്ലേ? ആണ്. താങ്ക് യു. ഇനി എന്താ അടുത്ത പ്രോസസ്? നാളെ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നാളെ ആദ്യം ഈ മരം മുറിക്കും അല്ലേ സാർ? അത് നമ്മൾ ഈ മരം മുറിക്കും, അതിനുശേഷം എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രോസസ്സ് നമ്മൾ എക്സ്കവേഷൻ ആണ്. യെസ്, എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ സൈറ്റിൽ നമ്മൾ വലിയ കാര്യമായിട്ട് ഒരു രീതിയിലുള്ള ഒരു ചാലഞ്ചസ് നമ്മൾ പ്രതീക്ഷിക്കണില്ല. പക്ഷെ പലയിടത്തും നമ്മൾ ഈ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ മണ്ണിടിഞ്ഞ് വീഴുക മുതലായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ എടുക്കേണ്ട കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കണില്ല. റിസ്ക് ഇല്ലാത്ത മണ്ണിന് അത്യാവശ്യം ഉറപ്പുള്ള ഒരു സ്ഥലമാണ്. എന്നിരുന്നാലും രസകരമായ ഒരു പ്രോസസ്സായിരിക്കും JCB സൈറ്റിൽ ഇറങ്ങി ഇത് എക്സ്കവേറ്റ് ചെയ്യാന്ന്. എന്തായാലും നമുക്ക് അന്നേരം കാണാം. എന്തായാലും വളരെ സന്തോഷം. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഉൾപ്പെടുന്നു കേട്ടോ. അപ്പം നമുക്കത് ഇന്ന് പിരിയാലോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.